രണ്ട് ബിരിയാണി ഞങ്ങൾക്ക് ഞാൻ തരാം. ഈ രണ്ട് ബിരിയാണി ഞങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ അച്ഛന് വീട്ടിൽ പോകാലോ, അച്ഛനമ്മയ്ക്ക്. ആ, നല്ല പൊരിഞ്ഞ വെയിലത്തൊരു അച്ഛൻ കൊടയും പിടിച്ചുകൂടി ഇരിപ്പുണ്ട്. അച്ഛനെ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താം. കമോൺ വാ. എന്താ വെച്ചാൽ ശ്രീനിന്റെ പേരാണോ? പിന്നെ ശ്രീ എന്തോ അത്ര ശ്രീ ശ്രീ പൊതിച്ചോറ് 70 രൂപ, ബിരിയാണി 120 രൂപ. നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. പക്ഷെ ഈ പൊരി വെയിലത്ത് ഈ കൊടയും പിടിച്ചിങ്ങനെ ഇരിക്കുക അല്ലയോ? കച്ചവടം നടക്കുന്നുണ്ടോ? വല്ലപ്പോഴും ഒക്കെ ബാലൻസ് വരുന്നു. എന്നാ തുടങ്ങിയെന്ന്? ഞങ്ങൾ ജനുവരി 1-ാം തീയതി തുടങ്ങി. ജനുവരി 1-ാം തീയതി തുടങ്ങി. അതുവരെ ഇന്ന് പോലെ കച്ചവടം ഒക്കെ ഉണ്ടായിരുന്നു? കച്ചവടം ചില ദിവസങ്ങളിൽ മോശമാണ്, ചില ദിവസങ്ങളിൽ മൊത്തം പോകും. ഇപ്പൊ തന്നെ രണ്ട് ബിരിയാണി ഉണ്ട്. ഇപ്പൊ സമയം തന്നെ എത്ര? 2 മണി കഴിഞ്ഞല്ലേ? 2 മണി കഴിഞ്ഞു. കുഴപ്പമില്ല, എല്ലാം കച്ചവടം. ഇനി എത്ര? 2 ബിരിയാണി ഇരിപ്പുണ്ട്. ഊണാണ് ഇപ്പൊ സാറന്മാർ കൊണ്ടുപോയി. സാറന്മാർ ഊണും ഉണ്ട്. 2 ബിരിയാണി ഇരിപ്പുണ്ട്. പേരെന്തുവാ? പേര് ശ്രീധരൻ. അച്ഛനും അമ്മയും കൂടെ അത് നടത്തുന്നത്? ഞാനും വൈഫ് അവിടെ ഇരിക്കുന്നില്ലേ? തണലത്ത് മാറി ഇരിക്കുമല്ലോ. നല്ല ഈ വെയില് ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് മാറി, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. അച്ഛന്റെ വീട് അവിടെ? ഞങ്ങൾ ഇച്ചിരി പടിഞ്ഞാറ് പോകുന്നത്. പോയാ മതി. അച്ഛന്റെ അമ്മയുടെ പേരെന്താണെന്ന് പറഞ്ഞേ? ശ്രീധരൻ, ഹേമലത. രണ്ടുപേരും കൂടെ ഇത് പരിപാടി വീട്ടിൽ തന്നെ ചെയ്തോണ്ടിരുന്നല്ലേ? കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു വീഡിയോ കാണുന്നവർക്ക് ഒന്ന് മേടിക്കണ്ടേ? മാമ്പറയാലും മൂട്, ഏവൂർ ജംഗ്ഷൻ. ഏവൂർ ജംഗ്ഷൻ ആയതില്ലേ? ഏവൂർ ജംഗ്ഷനാ. മാമ്പറയാലും മൂട് അതിന്റെ പ്രോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഏവൂർ ജംഗ്ഷൻ. ഇവിടുന്ന് കിഴക്കോട്ട് പോകുന്ന ഏവൂർ അമ്പലത്തിലോട്ട്. ഓ, അതിനും പറയപ്പെടാൻ പറ്റിയ സന്തോഷം. അതിലും 2 ബിരിയാണി ഞങ്ങൾക്ക് ഞാൻ തരാം. ഈ 2 ബിരിയാണി ഞങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ അച്ഛന് വീട്ടിൽ പോകാലോ, അച്ഛനമ്മയ്ക്ക്. ഈ സാധനമൊക്കെ ഇവിടെ വെക്കും? ഇവിടെ തന്നെ വെക്കും. 2 ബിരിയാണി ഞങ്ങൾക്ക് ഞാൻ തരാം. അമ്മയോടെ കാണിക്കണം. ബാമേ, അയ്യോ കാല് വയ്യ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് ഇത് കാല് ഓപ്പറേഷൻ കഴിഞ്ഞത്. എന്താ പറ്റിയ കാലിന്? പിന്നെ ഇൻഫെക്ഷൻ ആയി. പിന്നെ ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. അയ്യോ, കാല് വയ്യാന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ വിളിക്കത്തില്ലായിരുന്നു. ഇപ്പൊ ജോലിക്ക് പോകാനും പറ്റത്തില്ല. അപ്പൊ അതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതായാലും വന്ന് രണ്ടുപേരെ പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നലെ ഇനി കച്ചവടമൊക്കെ നല്ല ഉഷാറാക്കി. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അമ്മയുടെ പേരെന്തായിരുന്നു? ഹേമലത. വീട്ടിലെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോടെ കല്യാണം കഴിഞ്ഞു. പൂനെയല്ല. ഏതായാലും സന്തോഷം രണ്ടുപേരെ കാണാൻ പറ്റി. 2 ബിരിയാണി ഉണ്ട്, അത് ഞങ്ങൾ കൊണ്ടുപോവാ കേട്ടോ. എന്നിട്ട് 2 ബിരിയാണി എത്ര? 120 അല്ലയോ? ഊണിനകത്ത് എന്തൊക്കെ കൊടുക്കുന്നു? 70 രൂപയ്ക്ക്. ഇതിനകത്ത് മീൻകറി ഉണ്ട്, മോരുണ്ട്, സാമ്പാറുണ്ട്. പൊതിക്കകത്തില് പിന്നെ അവിയലുണ്ട്, മെഴുക്കുവരട്ടി അല്ലെ തോരന്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ഒരു മുളക് കൊണ്ടാട്ടം. ഇത്ര 70 രൂപയ്ക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കുന്നത്. പിന്നെ പൊതിച്ചോറും ഉച്ചയ്ക്ക് എത്ര മണി തൊട്ടുണ്ട് ഇവിടെ? ഞങ്ങൾ 11:30 മുതൽ. ഉച്ചയ്ക്ക് 11:30 മുതൽ തീരുന്ന കണക്ക് കേട്ടോ. ഇപ്പൊ തീർന്നില്ല. ഇപ്പൊ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. 11 മണി തൊട്ട് 10 മീനുണ്ട് 70 രൂപ ഊണിനകത്ത് ഇല്ലയോ? അത് സ്പെഷ്യലാ. അത് വേണ്ടവർക്ക് ചോദിച്ചാൽ അഡീഷണൽ ആയിട്ട് കൊടുക്കും ഇല്ലയോ? അന്നേരം അഡീഷണൽ വറുത്തവി മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ആയിട്ടൊന്നും ഇല്ല. വറുത്തവി മാത്രം. അതെന്താ മീനായിരിക്കും? എന്തായാലും ഒരു ഐറ്റം കാണൂല്ലേ? ഏതെങ്കിലും ഒരു സാധനം വറുത്തത്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വേണ്ടവർക്ക് സ്പെഷ്യൽ എത്ര രൂപ? 10 രൂപ. 10 രൂപ സ്പെഷ്യൽ. ഏതായാലും ഉച്ചയ്ക്ക് 11:30 തൊട്ട് ഇവിടെ ഊണ് കാണും. 11:30 ഊണും കാണും, ബിരിയാണിയും കാണും. ഇത് 2 എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? ഞായറാഴ്ച അവധിയൊന്നും ഇല്ലല്ലോ? എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വരാത്തല്ലേ? നടക്കട്ടെ, നല്ല രീതി നടക്കട്ടെ. നീ കച്ചവടമൊക്കെ നല്ല ഉഷാറായിക്കോളൂ. അന്നേരം രണ്ടുപേരെയും പരിചയപ്പെടാൻ പറ്റിയ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ.